സോ ഗൈസ് ചത്ത പച്ച കണ്ടിട്ട് വന്നു അടിപൊളി ഒരു പടമാണ് ഗൈസ്. ഒരു പക്ക എൻ്റർടൈനർ സാധനം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി കാണാം. കാരണം വെർത്ത് തന്നെ കിട്ടില്ല മൂവിയാണ്. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൽ ലൈക്ക് എല്ലാം അടിപൊളിയാണ്. ഇപ്പോൾ ഇവരുടെ അഭിനയമാണെങ്കിലും ലൈക്ക് അർജുന അശോകനുണ്ട്, അതുപോലെ തന്നെ റോഷൻ മാത്യൂസ്, എനിക്ക് പേര് കിട്ടണില്ല, എല്ലാവരുടെയും അഭിനയവും അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു പഴയ കൊച്ചി, ഞാൻ എറണാകുളത്താണ്, കൊച്ചിയിലാണ് താമസിക്കുന്നത്. സോ എനിക്കിതിലെ പല സ്ഥലവും പെട്ടെന്ന് മനസ്സിലാവും, ഭയങ്കര റിലേറ്റബിളാണ് കാര്യങ്ങൾ. സോ ആ ഒരു കാലഘട്ടത്തിലെ അതും ആ ഒരു ഇത് കാണിക്കുന്നതും പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ കൊച്ചി കാണിക്കുന്നതും എല്ലാം അടിപൊളിയാണ്. മെയിനായിട്ട് എനിക്ക് എടുത്തു പറയാം ഇതിൽ ഇഷ്ടപ്പെട്ട ഇതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോഴ്സ് എല്ലാം അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇതിലെ ലൈറ്റിങ്ങും അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫി, എൻ്റെ പൊന്ന് കിടിലൻ സാധനം. ആ പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫസ്റ്റ് ഹാഫിലെ ഫൈറ്റുകൾ എല്ലാം അടിപൊളിയാണ്. അതുപോലെ തന്നെ കോമഡിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള അടിയായിട്ട് നമുക്ക് ഒട്ടും ലാഗ് അടിക്കില്ല. പടം ചെറിയ പടം പോലെ തോന്നും, ഇത്തിരി നേരമുള്ള പോലെ. നമുക്ക് പെട്ടെന്ന് ഞാനൊക്കെ ഇൻ്റർവെല്ലായപ്പോൾ ഇത്ര പെട്ടെന്ന് ഇൻ്റർവെല്ലായെന്ന് വിചാരിച്ചു. അമ്മാതിരി ഒരു സ്ഥലത്തും ലാഗ് ഫീൽ ചെയ്തില്ല. അത്രയ്ക്ക് എൻ്റർടൈനിങ് ആയിട്ട് ആൾക്കാരെ ഇങ്ങനെ എൻഗേജ് ആയിട്ട് ഇരുത്താൻ ഈ മൂവിക്ക് പറ്റി. പ്രത്യേകിച്ച് നമ്മുടെ ഇൻ്റർവെൽ പഞ്ച് സീനാണെങ്കിലും അതും അടിപൊളി. അതിന് മുമ്പുള്ള ആ ഒരു ഫൈറ്റ് സീനൊക്കെ എന്താ പറയുക, ഒരു വേറെ രീതിയിൽ അവർ എടുത്തു വെച്ചത്. നമ്മൾ നോർമൽ കണ്ട ആ ഒരു സ്ഥിരം ഇടി അതൊന്നുമല്ല, ഇപ്പോൾ കാണുന്ന അടികളൊന്നുമല്ല. ഇതിൽ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവർ ചെയ്ത് വെച്ചേക്കുന്നത്. അതൊക്കെ അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫും അടിപൊളി സാധനം. പിന്നെ ക്യാമിയോസൊക്കെ ഉണ്ട്, അതും നൈസാണ്. പക്ഷേ ക്യാമിയോയിൽ ഞാൻ സ്പോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എന്നാലും ക്യാമിയോ എനിക്ക് ഉദ്ദേശിച്ച അത്ര ഹൈപ്പ് കിട്ടി. പക്ഷെ അതിൽ ചില സീൻ എന്തൊക്കെയൊക്കെയോ ഒരു തളർന്നു പോയ പോലെ ഒരു ഫീൽ എനിക്ക് വന്നു. പക്ഷെ അത് ഈ മൂവീനെ ബാധിച്ചിട്ടേ ഇല്ല. കാരണം നിങ്ങൾ ആ ഫുൾ മൂവി കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ഇതിലെ സ്റ്റോറി ഒരു ഫസ്റ്റ് ഹാഫ് തീരാറാകുമ്പോഴേക്കും സ്റ്റോറി പെട്ടെന്ന് പ്രഡിക്റ്റബിളാണ്. നമുക്ക് എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. പ്രഡിക്റ്റബിളാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ എന്നാലും അവർ അത് എടുത്തു വച്ചേക്കുന്ന രീതി ഉണ്ടല്ലോ, അത് നമുക്ക് ഒട്ടും ബോറടിപ്പിക്കാത്ത, ഇല്ലെങ്കിൽ ഒട്ടും എവിടെ ഒരു സീൻ പോലും ലാഗ് അടിപ്പിക്കാത്ത രീതിയിൽ അവരെ എടുത്തു വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല രസമാണ്. നമ്മുടെ പഴയ മറ്റേ WWE കണ്ട് വന്നവരൊക്കെ ആണെങ്കിൽ ഇതിലെ പല കാര്യങ്ങളും റിലേറ്റ്, മറ്റേ ജോൺ സീനയുടെ ഈ സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയാണ്. ഇതിലെ കോമഡി ആണെങ്കിൽ നല്ല രീതിക്ക് വർക്കായിട്ടുണ്ട്. സോ 2026 കണ്ട ഈ പടം മുതലായി എന്ന് തന്നെ വേണം പറയാൻ. ഇതിൽ നെഗറ്റീവായിട്ട് എന്തെങ്കിലും എടുത്തു പറയാനുണ്ടെങ്കിൽ അങ്ങനെ നെഗറ്റീവൊന്നുമില്ല. പക്ഷെ എനിക്ക് ഫീൽ ചെയ്ത ചില ഡ്രോബാക്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു വില്ലൻ ക്യാരക്ടർ ചെയ്യുന്ന ആ ആള് പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ക്യാരക്ടർ നന്നായിട്ടുണ്ട്. പക്ഷെ ബാക്കി എല്ലാവരും കൊച്ചി ഭാഷ സംസാരിക്കുമ്പോൾ ഈ പുള്ളി അത്ര ഇതായിട്ട് തോന്നിയില്ല. ഒരു കൊച്ചിക്കാരനൊക്കെ ആയിട്ട് എന്നുള്ളൊരു നമുക്ക് തോന്നൽ വരും, അങ്ങനെ തോന്നിയില്ല. ബട്ട് അഭിനയവും ഇല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ അടിപൊളിയാണ്. ആ വില്ലൻ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. സോ അത് ഒരു ഡ്രോബാക്കാണ്. പിന്നെ ഇതിൽ എനിക്ക് പേഴ്സണലി തോന്നിയത്, ഇതിൽ ഏറ്റവും ലാസ്റ്റ് സീനുണ്ട്, അതായത് ലാസ്റ്റ് ഫൈറ്റ് സീനല്ല, ലാസ്റ്റ് സീനുണ്ട്. അതിനൊരു ഒരു ഇമ്പാക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. ലൈക്ക് നമുക്ക് ആ ഒരു പഞ്ച്, ഒരു ലാസ്റ്റ് സീനാണല്ലോ. ഇപ്പോൾ നേരെ കുറച്ച് ഇൻ്റർവെൽ സീനൊക്കെ ആണെങ്കിൽ ശരിക്കും വർക്കൗട്ടായി. ശരിക്കും ആ ഇൻ്റർവെൽ പഞ്ച് സീൻ അടിപൊളിയായിരുന്നു. ആ ഒരു മ്യൂസിക്കും ലൈക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആ ഒരു സിനിമാറ്റോഗ്രാഫി, ആ ഒരു വിഷ്വൽ, അത് അടിപൊളിയായിരുന്നു കാണാൻ ഇൻ്റർവെല്ലിൽ. ബട്ട് ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ലാസ്റ്റ് ഏറ്റവും അവസാനത്തെ ആ ഒരു സീനിൽ കിട്ടിയില്ല. പക്ഷേ അത് നമ്മൾ ഈ പടത്തിനെ ബാധിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓക്കെ, 1-2 അവിടെ ഫ്ലോസ് അതിപ്പോൾ എല്ലായിടത്തും ഉണ്ടാവും, കുറച്ച് ഫ്ലോസ് അവിടെ ഇടയ്ക്ക് ആയിട്ടുണ്ട്. പക്ഷേ എന്നാലും അത് നമ്മുടെ ഈ മൂവീനെ ബാധിക്കുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു പക്ക ഒരു എൻ്റർടൈനർ മൂവി, ഒരു ചെറിയ പടം പോലെ തോന്നി, പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നി. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ അതാണൊരു പടത്തിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ. കാരണം ഞാൻ ചിലരത് പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നിയെന്നും പലരും പല മൂവീനെ പറ്റിയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് അങ്ങനെ ഒരാൾക്ക് തോന്നണമെങ്കിൽ അത് ആ മൂവി അത്ര എൻഗേജിങ് ആയതുകൊണ്ടായിരിക്കും ഒരാൾക്ക് അങ്ങനെ മൂവി തോന്നുന്നത്. ഇല്ലെങ്കിൽ ചിലർ പറയും ലാഗാണ്, തീരുന്നില്ല, അനാവശ്യമായിട്ടുള്ള കുറേ സീനുകളുണ്ടെന്നൊക്കെ പറയും. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നുമില്ല. ഇത് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ എന്താണോ കാണിക്കാൻ അവർ ഉദ്ദേശിച്ചത് അതെല്ലാം കൃത്യമായിട്ട് കാണിച്ചു. അത് നല്ലൊരു എൻഡിങ്ങും കൊടുത്തു. പിന്നെ ഇനി ഒരു മറ്റേ സെക്കൻഡ് പാർട്ടിലേക്ക് പോകുന്ന ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ ഇപ്പോൾ കുറേ അടുപ്പിച്ച് കുറച്ച് നാളുകളായിട്ട് മിക്ക മൂവിയും അത്യാവശ്യം നല്ലൊരു ഇത് ആയിക്കഴിഞ്ഞാൽ അവരത് സെക്കൻഡ് പാർട്ട് ഇറക്കാനുള്ള പ്ലാനിങ്ങിലാവും.
മൂവി ഹിറ്റാവില്ല അതിന് മുമ്പേ ഒരു സെക്കൻഡ് പാർട്ടിന് ഇതിന് അങ്ങനെ ഒരു ആവശ്യമില്ല, ഇതിൽ അങ്ങനെ ഒരു സെക്കൻഡ് പാർട്ടിൻ്റെ ഒരു ഇതും കണ്ടില്ല. ഇത് എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ നല്ല രീതിയിൽ അത് എൻഡ് ചെയ്യിപ്പിച്ചു. അതിൽ സന്തോഷമുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും കുത്തി കയറ്റിയിട്ടില്ല. കോമഡിയൊക്കെ ആണെങ്കിൽ നല്ല സിറ്റുവേഷണൽ കോമഡീസ് എല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. എല്ലാം പുതിയ ഒരുപാട് നടന്മാരും നടിമാരും ഒക്കെ ഉണ്ട്. അവർ നല്ല ഭംഗിയായിട്ട് അവരുടെ ക്യാരക്ടർ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ മൊത്തത്തിൽ ഒരു അടിപൊളി മൂവിയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോയി കാണാം.